അയ്യോ എസ്കേപ്പ്. ഏയ് കാലി നിക്കവിടെ നിക്കവിടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ശരിയാക്കി കളയും ഞാൻ. എടാ നിക്കവിടെ നിക്ക്. ഏയ് എന്റെ ഏരിയയിലുള്ള കള്ളന്മാരെയൊക്കെ ഞാൻ വെറുതെ വിടും, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്താന്നറിയോ നിനക്ക്? കള്ളന്മാര് കാശും പണവും മാത്രമേ മോഷ്ടിക്കുള്ളൂ, പക്ഷെ നീ എന്റെ മനസ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയതറിയൂ. എടി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പിന്നാലെ വരരുതെന്ന്? നീ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്നത് വരെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേ വേണ്ട. നീ ഞാനും തമ്മിൽ പ്രേമിക്കാനോ? എടി നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, ഞാനാണെങ്കിൽ വെറും ലൈറ്റ് ആൻഡ് സൗണ്ട് കാരണം. എങ്ങനെ ശരിയാവും? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ലേ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ആദ്യമായിട്ട് നീ എന്റെ വീട്ടിൽ വന്നില്ലേ, അന്നേ തോന്നിയതാ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്ക്, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നിന്നെ ഞാനൊന്ന് കണ്ടിട്ട് 10 ദിവസമായി. എനിക്കൊരു ഉമ്മ തരികയാണെങ്കിൽ നിന്നെ ഞാൻ വിടാം. ഉമ്മ വയ്ക്കാനാ? ആദ്യം മേത്ത് എഴുന്നേക്ക്, എന്നിട്ട് ഉമ്മ. ഓക്കേ. ചക്കപ്പഴം എന്നിട്ടാ? ഒന്ന് വേഗം ആട്ടെ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നാണം വരും. നീ കണ്ണടച്ച് പിടിക്കും. അയ്യടാ, കണ്ണടച്ച് പിടിക്കുമ്പോ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ? നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എന്റെ ഈ മൈക്ക് പിടിച്ചോ. എന്താ എന്റെ മൈക്ക് എത്ര നിസ്സാരെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ പോലീസുകാർക്ക് ഈ തൊപ്പി എത്ര വലുതാണോ അതിനൊക്കെ വലുത് എനിക്ക് എന്റെ ഈ മൈക്ക്. നീ കണ്ണടക്കി. എന്തെങ്കിലും ആവട്ടെ, വേഗം തരൂന്നേ, വേഗം താ. ഏയ് നിനക്ക് നിന്റെ മൈക്ക് വേണ്ട, ഇന്ന് കൊണ്ടുപോ. അത് ഡമ്മി മൈക്കടി, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അത് നീ തന്നെ വെച്ചോ. നിന്നെ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ തന്നെ കിട്ടും. മോളെ, മോള് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. മോള് പാടുമ്പോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നുന്നുണ്ട്. അല്ല, മോൾ ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. കുട്ടി എവിടത്തെയാ? എന്റെ പേര് ജ്യോതി. ഞാൻ ഈ നാട്ടിലെ പുതിയ ആളാ. ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ആന്റി. അത് ശരി. എവിടെ താമസിക്കുന്നത്? ശിവരാമശാസ്ത്രി അറിയോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. അത് ശരി. മോളെ എന്താ ചെയ്യുന്നേ? കുട്ടികളെ പാട്ട് പഠിപ്പിക്കാണോ? ഇല്ല ആന്റി, സിനിമയിലെ കോറസ് പാടാൻ ഞാൻ സ്റ്റുഡിയോയിലൊക്കെ. കോറസോ? അതെ ആന്റി, സുജാത മാഡവും ചിത്ര മാഡവും ഒക്കെ പാടുമ്പോ പുറകെ നിന്നിട്ട് ഗ്രൂപ്പ് പാടാറില്ലേ, അങ്ങനെ. ഓഹോ, മെയിൻ പാട്ട് അവര് പാടിയിട്ട് ഗ്രൂപ്പില് മോളും പാടുമല്ലേ? അവരുടെ പോലൊരു വലിയ പാട്ടുകാരിയാവാൻ എത്രയും വേഗം മോൾക്കും സാധിക്കട്ടെ. താങ്ക് യു ആന്റി. എടാ രാജപ്പ, എന്താടാ ഒളിച്ചിരിക്കുന്നേ? എഴുന്നേക്കടാ. എന്താടാ രാത്രി വെള്ളം അടിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്നറിഞ്ഞു. ഞാനെന്താ കാലിയോട് പറയണോ? അയ്യോ, കാലിയോട് പറയല്ലേ. കാലി എറിഞ്ഞ എന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അടുപ്പിൽ വെക്കും. ഇനി എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ, പേടിയുള്ളത് നല്ലതാ. ഇവിടത്തെ നാട്ടുകാരെ കാലി എന്ന പേര് കേട്ട പേടിച്ച് വിറയ്ക്കും. കാലി ആരാ? എന്റെ മോൻ. ഇവന്മാർക്കൊക്കെ അവനെ ശരിയാവൂ. ശരി ആന്റി, എനിക്ക് റെക്കോർഡിങ്ങിന് പോവാൻ ടൈമായി, ഞാൻ പിക്കോട്ടെ. ഇനി എന്നാ മോൾ അമ്പലത്തിലേക്ക് വരുന്നേ? എനിക്ക് ഇനി മോളുടെ പാട്ട് കേൾക്കണം. ഉടനെ കാണാം ആന്റി.
പ്രദീപേ അങ്ങോട്ട് നോക്കണ സൂപ്പർ ഫിഗർ. ഒന്നും മിണ്ടാതിരിക്കടാ, നമുക്ക് വളച്ചെടുക്കാം. ഡേ ഒന്ന് നിക്ക്. ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്നാണല്ലോ തോന്നണേ. രാത്രി 12 മണിക്ക് കറങ്ങി അടിച്ച് നടക്കുന്നവളാണോടാ കുടുംബത്തിൽ പറഞ്ഞവള്? അപ്പൊ ഇത് മറ്റേ കേസാണ്. അത് തന്നെടാ, ഇതുപോലെ എത്രയോ എണ്ണത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റേറ്റ് എത്രന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യൂടി? ആരോട് കംപ്ലൈന്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരടുത്ത് പറയുന്ന? കമ്മീഷൻ എടുത്ത് പറയൂ. കളക്ടറോട് പറയോ? കാലിയോട് പറയും. കാലിയോടോ? കാലി നീയോട്ട് എന്താ ബന്ധം? ഞാൻ കാലിയുടെ ലവറാ. ഇത് ആദ്യമേ നീ പറഞ്ഞ പോരായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ. മോള് വെക്കോ. അയ്യോ, എന്തുവാടെ നീ പാട്ട വണ്ടി പണിഞ്ഞോണ്ടിരിക്കുന്നേ? മാമ പോവാം. റിപ്പയർ ചെയ്യട്ടെ, കാറിൽ തന്നെ പോവാം. കാറാ? വേണ്ട കാലി, ഞങ്ങള് രണ്ടുപേരും കൂടെ നടന്നങ്ങ് പൊക്കോളാം. നീ കാറിൽ വാ. ക്ഷമയില്ലാത്തവൻ. അയ്യോ, ഇന്നെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് നീ അവളുടെ പുറകെ പോയത്? ഏതവളുടെ കാര്യം? നീ എന്നോട് കള്ളം പറയുന്നോ? നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടാ വരുന്നേ. ഇവിടെയുള്ള ഏതോ ഒരുത്തിയുമായി നീ ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, പറഞ്ഞാലും ഇത്ര തെറ്റ്. ഈ ഏരിയയിലുള്ള 6 വയസ്സുകാരിക്കും അതുപോലെ 60 വയസ്സുകാരിക്കും എന്നെ ഇഷ്ടാവും. ഇവിടെയുള്ള അമ്മച്ചിമാർക്കൊക്കെ നിന്നെ ഇഷ്ടമായിക്കോട്ടെ. നിനക്കൊരു ചെറുപ്പക്കാരി ലവർ ഉണ്ടെന്നാണല്ലോ ഞാൻ ഇവിടെ കേട്ടത്. ലവറാ? അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴേ എന്റെ ചങ്കാകെ തകർന്നു പോയി. നോക്കി. അയ്യേ, നേരിട്. എന്റെ പിന്നാലെ നടക്കണം നിന്നെ പോലും ഞാൻ പ്രേമിക്കുന്നില്ല. പിന്നെയാണ് എനിക്ക് അറിയാത്ത ഏതോ ഒരുത്തിയെ. നിന്റെ ഈ തരികിട പരിപാടിയൊന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ. ഞാനൊരു പോലീസുകാരിയാ. തെളിവില്ലാതെ ഞാൻ സംസാരിക്കില്ല. ഏയ്, നിന്നോട് അവൾ എന്താ പറഞ്ഞേ? അതിങ്ങോട്ട് പറഞ്ഞേ. അതെ അണ്ണാ, രാത്രി വഴി വെച്ച് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറയാ അണ്ണന്റെ ലവറാന്ന്. വീട് വരെ കൊണ്ട് വിടട്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പറയാ വേണ്ടാന്ന്. അണ്ണാ നല്ല സുന്ദരിയാ, അണ്ണന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ അതിനെ അങ്ങ് ആലോചിച്ചുകൂടെ? ചോവിട്ടിനെ ഇതൊക്കെ നിന്നോട് ചോദിച്ചോടാ. ഇപ്പൊ എന്താ പറയാനുള്ളത്? നിനക്ക് പെണ്ണെ ശരിക്കും അറിയാലോ? അറിയണ്ണ. അവളെ വീട് അവളുടെ വീടാന്ന് പറഞ്ഞ വേറെ വീടെന്നെ വീടല്ലേ അയാള് കാണിച്ചു തന്നത്. നിനക്ക് ശരിക്കും തലക്ക് പിടിച്ചോണ്ട് തോന്നുന്നതാ. പെൺകുട്ടികളെ ഏന്ന് വിളിക്കരുത്, മോളേന്ന് വിളിക്കണം. ലേഡീസിനൊരു പ്രോബ്ലം വരാൻ പാടില്ല. അവളുടെ പേരെന്താന്ന് പറഞ്ഞു? ഞാൻ ചോദിക്കാം. അത് ഇംഗ്ലീഷിൽ വേണ്ട, ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ചേച്ചി, അമ്മ. എവിടെ വീട്ടിൽ ആള് വന്നിരിക്കുന്നുണ്ടല്ലേ? ഇറങ്ങി വാ. വെളിയിൽ നിന്ന് അകത്തോട്ട് വാ. ഓ, അപ്പൊ നീയാണല്ലേ കക്ഷി. ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാണ്ട് എന്റെ പേര് മിസ്യൂസ് ചെയ്യും. നിനക്കറിയോ, ഒരു മൈക്ക് സെറ്റ് പോലും ഇല്ലാണ്ട് നീ പറഞ്ഞതൊക്കെ നാട്ടിൽ മൊത്തം പാട്ടായിക്കൊണ്ടിരിക്കുക. ഹലോ, ആരാ നിങ്ങളൊക്കെ? ആരെന്ന് വിചാരിച്ചത് നീ ചോദിക്കുന്നത്? വലങ്കൈ കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാണോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഓടി, നീ ആരാ എന്താന്നൊക്കെ എനിക്കറിയാം. നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. തല്ലി താർക്കണ നോക്കിക്കാതെ. വേണ്ട, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. മര്യാദയ്ക്ക് പുറത്തേക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓ, നീ എന്താ ഭീഷണിപ്പെടുത്താണോ? ആരെയടി വിളിക്കാൻ പോകുന്നത്? ഞാൻ കാലിയെ വിളിക്കും. ആ കാലി ഞാൻ തന്നെയാടി. ഞാൻ ആരാന്നറിയാതെ എന്റെ പേര് യൂസ് ചെയ്യാനാണോല്ലേ നിനക്ക്? കാശിന് വേണ്ടി പാവരിക്കാൻ പോകുന്നുള്ളമാര് വരെ കൂടെ കിടന്നവന്റെ പേര് ചോദിച്ചാൽ പേര് പറയാൻ കുറച്ച് മടിക്കും. എന്തിനടി ആവശ്യമില്ല എന്റെ പേര് പറഞ്ഞത്? സോറി, ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവന്മാരെന്നെ കൊന്നു കളഞ്ഞേനെ. അന്ന് എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരോട് നിങ്ങളുടെ പേര് പറഞ്ഞത്. അവിടെ ദൈവത്തിന്റെ പേര് പോലെയാ നിങ്ങളുടെ പേരെന്റെ നാവിലേക്ക് വന്നത്. നിങ്ങൾ കാരണം ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞ നിങ്ങളും എനിക്കിപ്പോ ദൈവത്തെ പോലെ തന്നെയാ. വായി വന്നത് വിളിച്ചു കൂവിട്ട് കാലിയുടെ പെർമിഷൻ വാങ്ങിക്കാതെ പേര് പറഞ്ഞത് തെറ്റ്. ഓവറാക്കാൻ നിൽക്കരുത്. കറക്റ്റ് ആയിട്ടുള്ള കാരണം കേട്ടല്ലോ. ഇനി പോവാം. ഇതെനിക്ക് കിട്ടേണ്ടായിരുന്നു. ഗുഡ് നൈറ്റ്.